മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് എന്തിന്? സമൻസ് കിട്ടിയിട്ട് വിവേക് ഹാജരായില്ലെങ്കിൽ എന്തുകൊണ്ട്? 2 വർഷം മുൻപ്, അതായത് 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ്. പക്ഷേ ഹാജരായില്ലെന്നാണ് വിവരം. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നാൽ പിന്നെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട. പ്രതിപക്ഷം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചൊരു കേസാണ് ലൈഫ് മിഷൻ കേസ്. 20 കോടി രൂപയിൽ 9 കോടി രൂപ കൈക്കൂലിയായി വാങ്ങിച്ചു എന്നുള്ള ആരോപണമാണ് ഉയർത്തിയത്. കേരള ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലും ഇത്രയും പെർസെന്റേജ് കൈക്കൂലി വാങ്ങിച്ച ഒരു കേസ് വേറെ ഉണ്ടാവില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കരനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകനോട് ഹാജരാകാൻ പറഞ്ഞത്. എന്തിനാണ് ED മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും CPM-ഉം അതുപോലെ EDയും ഇങ്ങനെ ഒരു സമൻസ് അയച്ച വിവരം ഈ 2 വർഷത്തോളം കാലം മറച്ചുവെച്ചത് എന്ന് വ്യക്തമാകുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് പല കേസുകൾ ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ്, വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ കേസ്, അങ്ങനെ പലതും. പക്ഷെ അതിലൊന്നും ഒരിക്കൽ പോലും ഉൾപ്പെടാത്ത ആൾ എങ്ങനെയാണ് EDയുടെ വലയിൽപ്പെട്ടത്? എന്തിനാണ് സമൻസ് അയച്ചത്? 2023 ഫെബ്രുവരി ഹാജരാകാനാണ് സമൻസ് അയച്ചത്. അദ്ദേഹം ഹാജരായില്ല. അതിനുശേഷം ഈ വിഷയത്തിൽ ED യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടേയില്ല. ഇതിൽ നിന്ന് തന്നെ ഈ ആരോപണങ്ങൾ പൊള്ളത്തരം വ്യക്തമാണ്. എന്തെങ്കിലും കഴമ്പുള്ള ഒരു കേസായിരുന്നുവെങ്കിൽ 1.5 വർഷത്തിലധികമായി ED വെറുതെ ഇരിക്കുമായിരുന്നു. ഹാജരാകാത്ത ഒരാൾക്കെതിരെ ഒരു ചെറിയ തുടർനടപടി പോലും എടുക്കാത്ത ED ഈ കേസിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. മന്ത്രി പറയുന്നത് പോലെ 2023 സമൻസ് അയച്ച സംഭവം ഇപ്പോൾ പുറത്തു വരാൻ എന്താണ് കാരണം? EDയെ പോലൊരു ഏജൻസി പിന്നീട് തുടർ നടപടികൾ വേണ്ടെന്ന് വെക്കാൻ എന്താണ് കാരണം? തോന്നുമ്പോൾ ആളുകളെ കേസിൽപ്പെടുത്താനും സമൻസ് അയക്കാനും പിന്നെ വേണ്ടെന്ന് വെക്കാനുമുള്ള പേടിപ്പിക്കൽ സംവിധാനമാണോ ED എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്?